അതെ അതെ എല്ലാവരും. പക്ഷെ മുടിയൊക്കെ വളർന്നിട്ട് ഒരു മറ്റേ ഗോകുല് ഡ്രീം ചെയ്യുന്ന ഏലിയൻ ഉണ്ടല്ലോ അതുപോലെ ആയിട്ടുണ്ട് ഇപ്പൊ. പ്രത്യേകമായിട്ടുള്ള ചെറിയ ഒരു എനിക്ക് കണ്ടപ്പോൾ തോന്നിയൊരു ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് ലിപ് ലോക്ക് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഇത് ഇപ്പം ഗോകുലും അങ്ങനെ ഒരുവിധം ഇതൊക്കെ ഒരു മടി കാണിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക്. അപ്പം ഈ ചെയ്യുന്ന സമയത്ത് ഗോകുൽ എന്നൊരു ആളുണ്ടല്ലോ, ഗോകുൽ സുരേഷ്. അപ്പം ഇത് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇത് നിങ്ങൾ അഭിനയിക്കുന്ന ആ സമയത്താണെങ്കിലും ഇതിനോട് എങ്ങനെയായിരുന്നു ഇതിന് അപ്രോച്ച് ചെയ്യുന്നത്? ഈ ഒരു സംഭവം ഉണ്ടെന്ന് ഡയറക്ടർ നിങ്ങളോട് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഇതിനെ കണ്ടിരുന്നത്? പെട്ടെന്ന് വില്ലിങ് ആയി ഗോകുല് പെട്ടെന്ന് തന്നെ വില്ലിങ് ആയിരുന്നു? അല്ല, അവർ പ്രൊഫഷണൽസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഗൂഗിളാണെന്നുണ്ടെങ്കിലും ഒരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സിനെ കണ്ടു വന്നതാണ്. അപ്പം അവർക്കൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര മൂവി അങ്ങനത്തെ ആണല്ലോ, നമ്മളൊരു കൺവെൻഷണൽ ഫോമാറ്റ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോൾഡ് സീൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. രണ്ടുപേർക്കും ഒരേ വൈബും മൈൻഡ് സെറ്റും ഒക്കെ ആണെന്നുള്ളത്. ഒറ്റ ആയോ? പിന്നെ സെറ്റായിരുന്നു. അതൊരു ഏലിയൻ കഥാപാത്രം ആയതുകൊണ്ട് അതിങ്ങനെ അങ്ങനത്തെ ഒരു ഏലിയൻ ഇതുവരെ കിസ് ചെയ്യാൻ അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത ഒരു സ്പീഷീസ് ആണെന്നാണല്ലോ ചന്തുവിൻ്റെ ഏരിയ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചെറിയ ഡ്രൈവോട് കൂടി ആയിരിക്കും ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു ആ സീൻ. അല്ല, നിങ്ങൾ തമ്മിലൊരു ആത്മബന്ധത്തിനകത്ത് ശരിക്കും മസ്റ്റാണ് ശരിക്കും അല്ലേ? ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനായിട്ടാണ്. ഗോകുലിനകത്ത് നമുക്കറിയാമല്ലോ ലൂസർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളാണ്. അപ്പം ഒരു നമ്മൾ പറഞ്ഞൊരു ഇൻസ്ട്രക്ഷനും അങ്ങനത്തെ ലൂസറിൻ്റെ അടുക്കൽ ഭയങ്കര കുറച്ച് ഡൊമിനേറ്റിംഗ് ആയിട്ടൊക്കെ നിൽക്കുന്ന, പെട്ടെന്ന് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ചെയ്ത് കഴിയുന്ന സമയത്തുള്ള എക്സ്പ്രഷൻസ് ആണ് ഞാൻ വേണമെന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം അതിന് ശേഷമുള്ളവർ രണ്ടുപേരുടെ എക്സ്പ്രഷൻസ് ആണ് എനിക്കിഷ്ടം. അതിന് ശേഷം ഗൂഗിൾ കിളി പോയ പോലെ ഇതൊന്നും സംഭവിക്കാത്ത പോലെ ഇരിക്കുന്നതാണ് അതിനകത്തൊരു. അല്ല, ഞങ്ങൾ വിചാരിച്ചത് ഒറിജിനലായിട്ട് സംഭവിക്കുമല്ലോ പെട്ടെന്ന്. ഇല്ല, അതിന് അങ്ങനത്തെ ഒരു മെറ്റർനെസ് ഒന്നുമില്ല. നമ്മൾ ഓൺ ക്യാരക്ടേഴ്സ് അത് പ്രൊഫഷണലായിട്ട് അത് ചെയ്തതാണ്. പിന്നെ നമ്മൾ ആ സെറ്റ്സിലും നമ്മൾ അവിടെ അല്ല, നമ്മൾ ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ ഇൻറ്റിമസി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പുറത്ത് കഴിയാൻ ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിനൊരു ലക്ഷ്യം ഇല്ലായിരുന്നെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ ആക്ടേഴ്സിനെ കംഫർട്ടബിൾ ആക്കാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞു. നമ്മൾ അത് കഴിയുമ്പോൾ ഇതൊന്നും നടക്കാത്ത പോലെ തന്നെ പെരുമാറണം. ആള് കുറച്ചിങ്ങനെ ഒന്നുകൂടെ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആൾക്കാരൊക്കെ റെസ്പോൺസ് ഞാൻ ഓൾസോ ആസ്ക് ടു ശിവ, ഷീ ഈസ് അവർ കോ-റൈറ്റർ. നമ്മുടെ മനസ്സിൽ തോന്നുന്നു ഇങ്ങനൊരു സംഭവം നമ്മൾ ഈ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു തോന്നിയ മുഹൂർത്തപ്പോഴായിരുന്നു ശരിക്കും റൈറ്റർ എന്ന നിലയിൽ? ഏറ്റെടുത്തൊന്ന് തോന്നിയ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജാനുവരി നമ്മുടെ പരിപാടി കേരള കോമിക് കോൺ എന്ന് പറഞ്ഞൊരു കോമിക് ഫെസ്റ്റിവൽ ജനുവരി ഇവിടെ UP വേറെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് കിട്ടിയ റെസ്പോൺസ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഊർജ്ജമായിരുന്നു നമുക്ക്. അതായത് തിയേറ്ററിൽ ഏതാണ്ട് 200ഓളം പേരുള്ളൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററിലാണ് കളിച്ചത്. അപ്പോൾ അന്ന് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കൈഡി ഉണ്ടായിരുന്നു, ചിയറിങ് ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി തിയേറ്ററിൽ വർക്ക് ചെയ്യാനുള്ള എന്തോ ഒരു സാധനം ഇതിലുണ്ട് എന്ന് നമുക്ക് അന്നൊരു ധാരണ ഉണ്ടായി. പിന്നെ അവിടെ നിന്ന് തിയേറ്റർ റിലീസ് ചെയ്യാനുള്ളൊരു പരിപാടിയായിരുന്നു മെയിനായിട്ട്. നമുക്ക് ബേസിക്കലി നമ്മൾ ഏത് ഏജിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയത്. ജനുവരിയിൽ തന്നെ നമുക്ക് ഈ കോമിക്കോൺ പോലത്തെ ഒരു ക്രൗഡ് നമുക്കറിയാമല്ലോ, പിള്ളേരുടെ ഒറിജിനൽ എന്താണ് അവർ ഭയങ്കര ഹോണസ്റ്റായിട്ട് ഇരുന്നൊരു ഫീഡ്ബാക്ക് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമുക്കൊരു ചെറിയൊരു ആൾട്ടർനേറ്റീവ് കിട്ടിയത്. പിന്നെ അക്രോസ് ലാംഗ്വേജ് ചിലപ്പോൾ വർക്കാവുന്ന അവിടെ നിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അവരുടെ സജഷൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്ത് കഴിയുമ്പോഴും അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്തും ഇത് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി പോകുന്ന എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ തോന്നിയായിരുന്നു? ആ കാറ്റഗറി വലുതായി എന്നുള്ളതാണ് എനിക്ക് സത്യം. നേരത്തെ ആ കാറ്റഗറി എന്ന് പറയുന്നത് വളരെ നീഷ് ഓഡിയൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാം, 2 ദിവസം മുമ്പ് ഞാൻ ആലോചിക്കൊണ്ടിരുന്നപ്പോൾ ഡെഡ്പൂളിൻ്റെ ഫാൻ ഷോയുടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അത് പണ്ട് നമ്മൾ വിജയിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മാത്രം നമ്മൾ കണ്ട സാധനമാണ്. അപ്പോൾ ഡെഡ്പൂളിൻ്റെ ഫാൻ ഷോയ്ക്ക് ഫ്ലെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് ഓഡിയൻസ് ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ ഏരിയൻ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അനാർക്കിലി ആണ് ഇതിന് ആപ്റ്റ് എന്ന് തോന്നുന്നു ഒരു ഡയറക്ടർക്ക് ഒരു ആളുടെ ഇപ്പോൾ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്ന സമയത്തും
അതിനടുത്ത് കഥാപാത്രത്തെ കാസ്റ്റിംഗ് ഉണ്ടല്ലോ ശരിക്കും. അപ്പോൾ ഈ ഇതിന് ചെയ്യാൻ പറ്റിയത് മലയാളത്തിൽ അനാർക്കലി ആണ്, അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ പടത്തിൽ അനാർക്കലി ആയിരിക്കണം എന്ന് തോന്നാനുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ ശരിക്കും. എനിക്ക് ആനന്ദത്തിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ നക്കിയുടെ. അപ്പോൾ എനിക്കത് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഇൻട്രോട്ട് ആയതുകൊണ്ട് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഒരു മൂവിയുടെ ഒരു എഴുത്തും ബാക്കിയുള്ള സ്റ്റേജിലെത്തിയപ്പോൾ ഞാൻ ശിവൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ അങ്ങനെ ഒറ്റ പേരുള്ളായിരുന്നു. പിന്നെ ഞങ്ങളുടെ എനിക്ക് ഒരു പ്രീ ജഡ്ജ്മെൻറ്റാണ് മുടി കളർ ചെയ്യാൻ നേരത്തിൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഈട്ടുന്നതിന് കെട്ടി തൂക്കാനായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. പക്ഷേ അതൊക്കെ ചുമ്മാ ഒന്ന് ചെയ്തിട്ട് പോയി. ഫുൾ ടൈം എയറിലായിരുന്നു. നമ്മുടെ കൺട്രോളർ രാത്രി വീട്ടിൽ പോകാനായിട്ട് വണ്ടി വിടാൻ വേണ്ടിയിട്ട് നോക്കി വന്ന് നോക്കിയപ്പോൾ നാട്ടിൽ ഇവിടെ എന്ന് നോക്കുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണെങ്കിൽ പോൾ പോയി കിടക്കുന്നത് പുള്ളി ഞാൻ ഒരു അരമണിക്കൂർ ഇട്ട് വരാം പുള്ളി തിരിച്ചു പോകാമായിരുന്നു. അനാർക്കലിനോട് ഈ കഥ പറയുന്ന സമയത്ത് ഇത് അനാർക്കലി ചെയ്ത വർക്കാവോ എന്ന് തോന്നിയിട്ടുണ്ടോ? ആ ഒരു മുഹൂർത്തം എങ്ങനെയായിരുന്നു ശരിക്കും? വർക്കാവുന്ന എനിക്ക് തോന്നി. സിനിമ ഒരു ഡിഫറെന്റ് അപ്രോച്ച് അല്ല, ഇപ്പൊ എല്ലാ പ്രേക്ഷകരും കണക്ട് ആവുന്നുണ്ട്. അങ്ങനെയൊന്നും എനിക്ക് ആദ്യം വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇതിപ്പം ആർക്കാണ് കണക്ട് ആവുക ആപത്തിലാവുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ മൊത്തം ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ തോന്നി എനിക്ക് തന്നെ ആദ്യം അത്ര പിടി കിട്ടിയില്ല. പിന്നെ സത്യമായിട്ടുള്ള സംസാരത്തിലൂടെയാണ് നോക്കി ഇങ്ങനെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലോകം അങ്ങനത്തെ ടേംസൊക്കെ ഞാൻ അപ്പോഴാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഓക്കെ എങ്ങനെ ആൾക്കാർക്ക് ഓക്കെ മനസ്സിലായി. പക്ഷെ ഇതിൻ്റെ ഇങ്ങനത്തെ കുറച്ച് ടേംസ് മനസ്സിലായി. സിനിമ മൊത്തത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. അതിൻ്റെ ഒരു ഹ്യൂമറിലും പിന്നെ അതിൻ്റെ ഒരു കഥയുടെ ഒരു ട്രാവലുണ്ട്. അതിൽ ഭയങ്കര നമ്മൾ ആ ലോകത്തിൽ നമ്മൾ അതിൽ ഇന്നാവുകയും ഒക്കെ ചെയ്തായിരുന്നു. മോറോൾ ഞാൻ ആദ്യം ആക്ച്വലി ഒരു ഫെസ്റ്റിവൽ കട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി വലുതായിരുന്നു. മ്യൂസിക്കൊക്കെ വേറെ രീതിയിലാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു കട്ടാണ്. എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം നമ്മുടെ ഫെസ്റ്റിവൽ കട്ടാണ്. കാര്യം അതിൻ്റെ മ്യൂസിക്കൊക്കെ ഒരു വേറെ രീതിയിലാണ്. ഇത് കുറച്ച് നമ്മുടെ തിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു മ്യൂസിക് ഡിസൈനൊക്കെ. പക്ഷെ അത് അങ്ങനെയല്ല, ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആദ്യം മുതലേ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു സിനിമയിൽ. അന്ന് മുതൽ ഞാൻ ഇങ്ങനെ ചന്തു ഇത് നമുക്ക് തിയേറ്റേഴ്സിൽ ഇറക്കണം. അനാർക്കലി അത് പറയുന്നത് മുമ്പ് വരെ ഞങ്ങൾ രണ്ടുപേരും OTT പ്രോഡക്റ്റായിട്ട് ആലോചിച്ചിരുന്നു. അപ്പം ഞങ്ങൾ ഇൻഷൻ ബേസിൽ വരുന്ന സമയത്താണെങ്കിലും ഞങ്ങളുടെ മൈൻഡിൽ ഒരു ടിവിക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ആക്ച്വലി ഞങ്ങൾ ചുമ്മാ ഒരു വിവരക്കാണ്ടി പറയുന്നൊന്നുമല്ല, ഞങ്ങൾ ആക്ച്വലി ചിന്തിച്ചിട്ടില്ല ഒരു ടിവിക്ക് മുകളിലേക്ക് ഒരു 65 ഇഞ്ച് ടിവിക്ക് മുകളിലേക്ക് കാണാൻ പറ്റും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം തിയേറ്ററിൽ കാണുന്ന സമയത്ത് നമുക്ക് ലേറ്റ്ലി വന്ന ടെക്നീഷ്യൻസും നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ശങ്കരൻ, സിദ്ധാർത്ഥ്, വിഷ്ണു എല്ലാവരും ചുമ്മാ സൗണ്ടിനൊക്കെ ബെസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ DA ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് തിയേറ്ററിലേക്ക് കേറ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ എല്ലാവരും എൻ്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കരമായിട്ടും പറയുന്നുണ്ട് അടിപൊളിയാണെന്നുള്ളത്. നമ്മൾ ഭയങ്കര പ്രൗഡാണ് കാര്യത്തിൽ. ഞാനൊരു ഫോട്ടോഗ്രാഫറായിട്ട് തുടങ്ങിയതാണ് ഞാൻ ഇൻഡസ്ട്രിയിലും ഡിസൈനായിട്ട്. അപ്പോൾ എൻ്റെ അങ്ങനത്തെ സൈഡുകളൊക്കെ എനിക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അനാർക്കലി ആയാലും ഈ പടത്തിന് ശേഷം അല്ലെങ്കിൽ ഈ പടം ഇറങ്ങിയത് അല്ലെങ്കിൽ അതിന് മുമ്പായാലും അതിനോടനുബന്ധിച്ചുള്ള ഡ്രസ്സുകളും വാച്ചും ഒക്കെ ഒരു പ്രത്യേകതരം ആണ് ധരിക്കുന്നത് എല്ലായിടത്തും. ഒരു വെറൈറ്റി കൺസേൺ എപ്പോഴും ആൾക്കാരുടെ ഇടയിൽ നിൽക്കാറുണ്ട്. അപ്പോൾ അനാർക്കലി മാത്രം ഒരു കൂട്ടം ആൾക്കാർ വന്നാൽ അനാർക്കലി ശ്രദ്ധിക്കും അല്ലേ? ഇതൊക്കെ കൊണ്ടാണോ അനാർക്കലി കാസ്റ്റ് ചെയ്യാൻ കാരണം? അതെ, ഞാൻ ആദ്യമായിട്ട് അനാർക്കലി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മളെ ബെസ്റ്റ് ആക്ടർ വന്ന് മമ്മൂക്കയെടുത്ത് മറ്റേ പറയുന്നുണ്ട്. മറ്റേ നമ്മുടെ വിവേകപ്രോയി ആദ്യത്തെ അംഗൻവാടിയുടെ അടുത്ത് വരുന്ന മറ്റേ ഗുണ്ടായിട്ട് വീഡിയോ കളിച്ച് വന്നിട്ട് ടോള് വരുമെന്നാണ് ചോദിക്കുന്നത്. അതേപോലെ എന്നെ കാണാൻ വരുന്ന എക്സ്പൾസിൽ മറ്റേ വണ്ടിയൊക്കെ ഓടിച്ച് പലരോട്ട് തമ്മിൽ സെക്ഷൻ കൂടി ചുമ്മാ അങ്ങനെ എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ മറ്റേ സോൾട്ട് അവസ്ഥയാണ്. അന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അന്ന് 2 കാസ്റ്റിംഗ് നടന്നത്. അതിലെ ബൈക്ക് ഞാൻ ഒന്ന് കാസ്റ്റ് ചെയ്തു. ബൈക്ക് കണ്ടത് ബൈക്കൊന്ന് ഷൂട്ടിങ് ഞാൻ പിന്നൊരു 50 ദിവസം കഴിഞ്ഞ് പിന്നെ അത് കൊടുത്തത് 12 സൈക്കിൾ. ഞങ്ങൾ തിരിച്ചു കൊടുത്ത് 12 സൈക്കിൾ തിരിച്ച് ലായിട്ടം കൊണ്ടിരുന്ന പോലെയാണ്. പിന്നെ അത് ഞാൻ ഓടിച്ചിട്ടില്ല. അനാർക്കലി എങ്ങനെ തോന്നാറുണ്ടോ ഞാൻ ഇടുന്ന വസ്ത്രങ്ങളും അല്ലെങ്കിൽ ധരിക്കുന്നതൊക്കെ ശരിക്കും ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് ഒരു വേറിട്ട ആൾക്കാർ എന്നെ ശ്രദ്ധിക്കപ്പെടും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടാണ് ചെയ്യണത്, അതോ നോർമലി ചെയ്തുമ്പോൾ അങ്ങനെ ആയി പോണതാണോ? അങ്ങനത്തെ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നടത്തിയിട്ടുള്ളൂ. അല്ലെങ്കിൽ സാധാരണ വേഷമൊക്കെ ഇട്ടില്ലേ വരുന്നത്, ചുരിദാറും പിന്നെ ചിലപ്പോൾ ജീൻസിൻ്റെ പിന്നെ വെറൈറ്റിക്ക് ഒന്ന് ട്രൈ ചെയ്താ കയറിയല്ലോ.
ഇതൊന്നും ഇവിടെ നഗരത്തിൻ്റെ അടുത്ത് പോലും പറ്റില്ല. ഒരു രസം അത് ഞാൻ കമന്റ്സും മീംസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തു കുറെ ഇവര് മറ്റേ ഇന്നലെ നമുക്ക് ലെറ്റർ ബോക്സിലൊക്കെ ബെസ്റ്റ് ലിപ് ലോക്കിംഗ് മോളിവുഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ലിപ് ലോക്കിംഗ് മോളിവുഡ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ ബോക്സിൽ കമന്റ് കിടപ്പുണ്ട്. തള്ളി വല്ലാതെ കിടപ്പുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങൾക്ക് ഇഷ്ടമായി. നല്ലൊരു മികച്ച ഒരു ഇതായിരുന്നു. രസമുണ്ട് ആ പരിപാടി. ഡീപ് ലോക്കോ അല്ല ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു, ഇത്രയും കൂട്ടത്തിനുണ്ടെങ്കിൽ ഇത് പറയാൻ പറ്റുന്നു. ഷീസ് എ പ്രൊഫഷണൽ. അതുകൊണ്ടാണ് കേട്ടോ. അല്ല അനാർക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചുള്ള അപ്രോച്ച് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ കയറില്ല. ആ സ്പേസ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അനാർക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ കയറും. സത്യമാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പരിപാടി നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.